നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുപോലെയല്ലേ ഞാനും. ഞാൻ സംസാരിക്കുന്നതും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാ. കാർത്തിക്കിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്. ഞാനും ഒരു പെറ്റമ്മയാ. എന്റെ മകനാവൻ. നീ സംസാരിക്കുന്നത് നിന്റെ പിറക്കാത്ത നിന്റെ കുഞ്ഞിനെ കുറിച്ചാ. സുന്ദരി സംസാരിക്കുന്നത് സ്വന്തം ഒന്ന് കരുതി വളർത്തുന്ന മറ്റാരുടെയോ കുഞ്ഞിനു വേണ്ടിയിട്ടാ. പിറക്കാത്ത കുഞ്ഞിനു വേണ്ടിയും പ്രസവിക്കാത്ത കുഞ്ഞിനു വേണ്ടിയും നിങ്ങൾ രണ്ടാളും സംസാരിക്കുമ്പോ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോനു വേണ്ടി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ലേ? ചത്തുപോയെന്ന് കരുതി എന്റെ മോൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ വീണ്ടും അവനെ തള്ളി പറയണോ അല്ലേ? സമ്മതിച്ചു. അമ്മ പറയുന്നതൊക്കെ ന്യായോ. പക്ഷെ ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം. ഞങ്ങള് സംസാരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞ് ആരെയും ദ്രോഹിച്ചിട്ടില്ല. മാലിനിക്ക് നഷ്ടപ്പെട്ടത് ഈ ഭൂമി പോലും കാണാത്ത കുഞ്ഞിനെയാ. അമ്മ എനിക്ക് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം കുഞ്ഞിനെയാ. പക്ഷെ അമ്മയുടെ മകൻ അങ്ങനെയല്ല. അയാൾ നന്മ ചെയ്ത ഒരാളെയെങ്കിലും പറയാൻ പറ്റൂ അമ്മയ്ക്ക്? പരിചയപ്പെടുന്നതും കൂടെ ജീവിക്കുന്നതും സഹകരിക്കുന്നതുമായ എല്ലാ ആൾക്കാർക്കും ദ്രോഹം ചെയ്യുന്നവനാ കാർത്തിക്. അവനിപ്പോ വന്നിരിക്കുന്നതും അതിന് തന്നെയാ. അമ്മ ഒന്ന് ഓർത്തു വെച്ചോ. അവൻ കാരണം ഇനിയും ഈ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവും. ആ ദുരന്തത്തിന് കാരണമെന്ന് പറയുന്നത് അമ്മ മാത്രമായിരിക്കും. അമ്മ അവനോട് കാണിക്കുന്ന ഈ സ്നേഹം മാത്രമായിരിക്കും. ഇല്ല മോളെ, നിങ്ങൾക്കാർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ അവൻ ജീവിച്ചോളും. ഞാൻ തരുന്ന വാക്കാത്. അത് അമ്മൂമ്മയുടെ വെറും തോന്നൽ മാത്രമാ.